കള്ളാടി ദുരന്തഭൂമിയിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയവർക്ക് ഇതുവരെ അടിയന്തര ധനസഹായം സർക്കാർ അനുവദിച്ചില്ല. വ്യാഴാഴ്ച നടന്ന യോഗത്തിലും പരാതി ഉന്നയിച്ചിട്ടും നടപടിയുണ്ടായില്ല. 3 ദിവസം വസ്ത്രങ്ങൾ പോലും മാറാൻ നൽകാതെയാണ് ക്യാമ്പിലുള്ളവർ കഴിഞ്ഞത്. വാർത്തയായപ്പോഴാണ് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റപ്പെട്ടത്. അടിയന്തര ധനസഹായമൊന്നും നൽകിയില്ലെന്ന് പറയാനായി ക്യാമ്പിൽ നിന്നും ഇറങ്ങി വന്നവരോടും മാധ്യമപ്രവർത്തകരോടും തട്ടിക്കയറുകയാണ് UDF പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ചെയ്തത്. അതൊക്കെ കിട്ടിയിട്ടില്ല. കയ്യിൽ മറ്റെന്തെങ്കിലും പൈസ ഉണ്ടോ? പൈസ ഇല്ല. കള്ളാടി ദുരന്തമുണ്ടായ 4-ാം ദിവസം വൈകുന്നേരം ദുരിതാശ്വാസ ക്യാമ്പിന് പുറത്തെത്തിയ ഞങ്ങളോട് ക്യാമ്പിൽ നിന്നും ഇറങ്ങി വന്നവർ പറഞ്ഞ വാക്കുകളാണിത്. കള്ളാടിയിൽ ദുരന്തമുണ്ടായ ചൊവ്വാഴ്ച ഉച്ചയോടെ മീനാക്ഷി എസ്റ്റേറ്റിൽ നിന്നും ഉന്നതികളിൽ നിന്നും പോളിടെക്നിക്കൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നതാണിവരെ. 3-ാം ദിവസം ഉടുതുണിക്ക് മറുതുണിയിലെന്ന് ക്യാമ്പിൽ നിന്നും ഇറങ്ങി വന്ന് ഞങ്ങളോട് പറഞ്ഞു. UDF ബ്ലോക്ക് പഞ്ചായത്ത് അംഗമടക്കം മറ്റു മാധ്യമങ്ങളോട് ക്യാമ്പിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പിൽ നടക്കുന്ന യാഥാർത്ഥ്യത്തെ മൂടിവെക്കാൻ ശ്രമിച്ചു. വാർത്ത പുറത്തു വന്നപ്പോൾ വസ്ത്രങ്ങൾ കിട്ടിയെന്ന് ക്യാമ്പിലുള്ളവർ പറയുന്നു. ക്യാമ്പിന് പുറത്തു വന്ന് പരാതി പറഞ്ഞവരെ പഞ്ചായത്ത് പ്രസിഡന്റ് റംല നിങ്ങളോടാരാണ് പുറത്തിറങ്ങാൻ പറഞ്ഞത്, കലക്ടർ വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. 4-ാം ദിവസമായിട്ടും CMDRF, SDRF ഫണ്ടുകൾ ക്യാമ്പിലുള്ളവർക്ക് നൽകിയിട്ടില്ല. CMDRFന്റെ 5000 രൂപയും SDRFന്റെ 5000 രൂപയും അടക്കം 10,000 രൂപ ദുരന്ത സമയത്ത് ക്യാമ്പുകളിൽ താമസിപ്പിച്ചവർക്ക് അടിയന്തര ധനസഹായമായി നൽകണം. 3 ദിവസമായി തൊഴിലില്ലെന്നും കയ്യിൽ പണമില്ലെന്നും ക്യാമ്പിലുള്ളവർ പറയുന്നു. ഒരു പൈസ കൊടുത്തില്ല. നമുക്ക് 2-3 ദിവസം ലീവ് ആക്കിക്കിന്. ഇതിന് പൈസേൻ്റെ കാര്യം ഒന്നും സർക്കാർ വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ജോലിയില്ല. 3 ദിവസം ജോലിയില്ലാണ്ട് ഇവിടെ ഒന്ന് ഇരിക്കുന്നുണ്ട്. ഇന്ന് 4-ാമത്തെ ദിവസമായി. എന്തുകൊണ്ട് അടിയന്തര ധനസഹായം എത്തിച്ചില്ലെന്ന ചോദ്യത്തിന് ഞങ്ങളുടെ സർക്കാരാണ്, നിങ്ങൾ പ്രശ്നമുണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് തട്ടിക്കയറുകയായിരുന്നു UDF പഞ്ചായത്ത് അംഗങ്ങൾ. ഒരു ദുരിതാശ്വാസ ക്യാമ്പിലെ വിശേഷങ്ങളാണിത്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം കള്ളാടിയിൽ നിന്നും PV ജോഷില.